ജനറൽ മുകുന്ദ് നവരനെ ഈ പറയുന്ന ചില കാര്യങ്ങളുടെ അകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു ആർമി ചീഫ് അദ്ദേഹത്തിന് വിവരം കിട്ടുന്നു, അതായത് ഇന്ത്യയുടെ കൈലാഷ് ഹിൽസിന്റെ ഭാഗങ്ങളിൽ ഈ ലഡാക്ക്, ഗാൽവൻ ഇഷ്യൂ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് ആർമിയുടെ മൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ഏത് സമയത്താണ് ഇത് ഉണ്ടായത്, ഈ സ്റ്റാൻഡ് അപ്പ്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്, ജോ ബൈഡൻ അല്ല. അത് ആദ്യം രണ്ടാമത്തെ പാർട്ട്. ഈ കോവിഡിന്റെ ആ മൂവ്മെന്റ് കഴിഞ്ഞപ്പോൾ, കോവിഡിന്റെ സംഭവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോക രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരെ ഒരു തീരുമാനവും എടുത്തു. യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും തീരുമാനമെടുത്തു, ചൈനയെ ഡീലിങ്ക് ചെയ്യുക, ചൈനയെ മാറ്റി നിർത്തുക. അതായത് മനസ്സിലാക്കുക, കോവിഡിന് മുമ്പേ ഈ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ ശേഷം, കോവിഡിന്റെ ആ സമയത്ത്, കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുടെ എക്കോണമി, എക്കോണമി അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അതുമായിട്ട് ഡീലിങ്ക് ചെയ്യുക ചൈനയെ. ഇതാണ് അതിൻ്റെ പ്രധാന. അപ്പം ഡീലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന അമേരിക്കയുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ അവരുടെ ഈ മാനുഫാക്ചറിങ് ഹബ്ബ്, അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അതൊക്കെ ഇന്ത്യയിലോട്ട് പോകാൻ. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നിതിൻ ഗഡ്കരി അന്ന് ഇൻഡസ്ട്രീസിൻ്റെയും ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോചാം, ഇവരോടൊക്കെ പറയുന്നു ഈ ഒരു സന്ദർഭം മുതലെടുക്കണം. കാരണം അമേരിക്കൻ കമ്പനികൾ, യൂറോപ്യൻ കമ്പനികളെല്ലാം അവിടുന്ന് വിടാൻ തയ്യാറായേക്കാണ് ഈ കോവിഡ് ഇഷ്യൂവിന് ശേഷം. കാരണം അവരുടെ സിറ്റിസൺസ് ഒത്തിരി ഈ ചൈനീസ് ഇൻവിസിബിൾ വൈറസ് എന്ന് തന്നെയാണ് അത് ഡൊണാൾഡ് ട്രംപ് ചൈനയെ പറ്റി പറഞ്ഞത്.